ഹലോ എല്ലാവർക്കും സുഖമല്ലേ. ഞാൻ ഇന്ന് തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള ഇറച്ചിച്ചോറാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഉണ്ടാക്കുന്നതോ എൻ്റെ ഇക്കാക്ക നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ ഇക്കാക്ക ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റുമാണ്. കാരണം ഇക്കാക്ക ഉണ്ടാക്കുന്ന ഫുഡിൽ നല്ലൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇക്കാക്കാൻ്റെ സ്നേഹവും കൂടി ചേർത്തുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇറച്ചിച്ചോറ് ഉണ്ടാക്കലിൻ്റെ ആദ്യത്തെ പടിയായിട്ടുള്ള ഉള്ളി മുറിക്കലിലാണ് കേട്ടോ, ഭാര്യയും ഭർത്താവും കൂടിയിട്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറെ ഉണ്ടാക്കിയാണ്, വളരെ രുചികരമായ ഭക്ഷണം. ഞാൻ ബാംഗ്ലൂർ നല്ല ഇഷ്ടംപോലെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ തലശ്ശേരിയിൽ വന്നപ്പോ ഇവർക്കൊരു ആഗ്രഹം ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കുന്ന എന്താവും നമുക്ക് ലാസ്റ്റ് കണ്ടറിയാം. ഓക്കെ, ഉള്ളി മറ്റൊന്നുമില്ല, സാധാരണ ഇതുപോലെ തന്നെ ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, പുതിന, മല്ലിച്ചപ്പ്, ഇതാണ് നമ്മൾ ഫസ്റ്റിൽ ഇടുന്നത്. പിന്നെ മസാല ഞാൻ പിറകെ പറയാം. പിന്നെ ലോങ്, ഏലക്കായ്, പട്ട ഉണ്ടെങ്കിൽ ഇടാം, പട്ട ഇവിടെ ഇല്ല, അതുകൊണ്ട് പട്ട ഇടുന്നില്ല. ഓക്കെ, കുറച്ച് ലോങ്ങും കുറച്ച് ഏലക്കൈ ഇടും. ഇത് അടുത്ത റൈസിനും ഈ മസാല, ചിക്കന്റെ മസാലക്കും ചിക്കനൊക്കെ വേണ്ടിയുള്ള ഒരു മജാന്ന്. ഇത് മാത്രമേ കൂടുന്നുള്ളൂ. ഞാനിപ്പോ ഇത് ഞാൻ എണ്ണയിലേക്ക്, തിളച്ച എണ്ണയിലേക്ക് ഇടാൻ പോകുന്ന കുറച്ച്. ഓക്കെ, ഞാൻ കുറച്ച് ഒരു 4 ഉള്ളി ഉണ്ടാവും. ഞങ്ങൾ 2 കോഴിയാണ് വാങ്ങിയത്, ഒരു 3.5 കിലോന്റെ 2 കോഴി. അത് മുറിക്കുന്നതിന് മുമ്പുള്ളതാണ്. ഓക്കെ, കുറച്ച് ഇടാം ഉള്ളി. അതിനകത്ത് ഒരു 4 ഉള്ളി. ഇതിന് പൊതുവെ മറ്റ് ബിരിയാണിനെ മേടിച്ചിട്ട് ഇതിന് ചെലവ് കുറവാണ്. ബിരിയാണിക്ക് വേണ്ടുന്ന അത്രയും സാധനങ്ങൾ നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പോൾ നമുക്കത് ഉഷാറായിട്ട് ഇതൊന്ന് ഇറക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇറക്കാം. നമുക്ക് അടുത്ത് ഇതില് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, കറിവേപ്പില പറ്റി കൂടുതലിട്ടോ, റൈസിന് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൂടാതെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കതിനെ ഇറക്കി വെച്ചില്ല. അത് ശരിക്കും പച്ചമണം പോട്ടെ. ഉള്ളി നന്നായി വഴറ്റി വന്ന ശേഷം അതിലേക്ക് 5 തക്കാളിയാണ് ഇടുന്നത്. നല്ല പഴുത്ത തക്കാളി ആയിരുന്നു. അതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിന്റെ മസാല ആഡ് ചെയ്യാം. അതിന് കുറച്ച് മഞ്ഞപ്പൊടി, അത് എങ്ങനെയാണെന്ന് ഇപ്പം ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഓക്കെ, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ മുളകിന്റെ പൊടി. ഇത് ഒരു മുളകിന്റെ പൊടി 1, 2, 3, 4 ചെറിയ സ്പൂൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ 2 സ്പൂണ് മല്ലി. ഓക്കെ, പിന്നെ അടുത്ത് ഗരം മസാല ഒരു 2 സ്പൂണ് മതി. ഗരം മസാല ഇട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടി, അത് റൈസിനും കൂടി ഉള്ളതാണ്, അതാണ് കുറച്ച് കൂടുതൽ ഇടുന്നത്. ഓക്കെ, ജീരകപ്പൊടി. എണ്ണയൊക്കെ മുകളിലോട്ട് പൊന്തി വന്ന് നിർത്തും. അതിൻ്റെ ആ പച്ചമണം മസാലൻ്റെ ഒക്കെ പോയി. പിന്നെ പച്ചമുളക് ഇടാം. കുറച്ച് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവർക്കും എരിവ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് പച്ചമുളക് ഇട്ട് മിക്സ് ചെയ്ത്. അതുകൂടാതെ ഞാൻ അടുത്ത് ഇടാൻ പോകുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ്, ഇതേപോലെ പുതിന. ഓക്കെ, ഇത് ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിനകത്ത് ഇടാൻ പോണിപ്പോന്ന് നാരങ്ങ ഇട്ടതാ. നാരങ്ങ വീഴും. പിന്നെ 2-3 സ്പൂണ് തൈര് മതി, എത്ര മതി. ഓക്കെ, ഇപ്പം നമുക്ക് നല്ലൊരു മസാലക്കൂട്ട് റെഡി. ഓക്കെ, നല്ലൊരു മസാലക്കൂട്ട്, നല്ല മണം വരുന്നുണ്ട്. ഇതിൻ്റെ ചിക്കൻ അതിലേക്ക് ഇടാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ നമ്മൾ പകുതി മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. ചിക്കൻ്റെ വെള്ളം ഇതിനിപ്പോൾ ഇറങ്ങും, വേറെ വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ പകുതി മാത്രം വേവിക്കുന്നതിൻ്റെ കാരണം പകുതി ചോറിൻ്റെ കൂടെ വേവാനാണ്.
അതല്ലെങ്കിൽ ഫുള്ള് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ നമുക്ക് എല്ല് മാത്രമേ ഇതിനകത്ത് കിട്ടും. ഓക്കെ, പകുതി മാത്രം വേവിക്കാം. പകുതി വേവിച്ചപ്പം ഇതിനകത്തുള്ള വെള്ളം ഇറങ്ങും. അപ്പം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. ഇതിന്റെ ഏറ്റവും വലിയ ടാസ്ക് അതാണ്. എത്ര ഗ്ലാസ് വെള്ളം ഇതിനകത്തുണ്ട്, അതും കഴിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പിന് 2 കപ്പ് വെള്ളത്തിന്റെ കണക്കിനാണ് റൈസിന്റെ കണക്കിന് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുക. സാധാരണ ചില അരിയായിട്ട് ചില ഇതുണ്ടാവും. ചില അരിക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചില അരിക്ക് കുറവായിരിക്കും. എന്തായാലും 2 കൽപ്പിച്ചിറങ്ങാം. അപ്പോൾ ഞാനിതിനെ പൊത്തി വെക്കാം. ഇനി എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതൊരു പകുതി വേവ് മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. പകുതി വേവ് വരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ പകുതി വേവേ ആയിട്ടുള്ളൂ, ബാക്കി ചോറ് നിന്ന് വേവേണ്ടതാണ്. ഇതിൽ കുറെ വെള്ളം കിടക്കുന്നുണ്ട്. ഈ വെള്ളം, ഈ ഗ്രേവി, ആ ഗ്രേവി നമ്മൾ കണക്കാക്കുന്ന പറഞ്ഞാൽ ഏകദേശം ഒരു ഈ പാട്ടക്ക് നമ്മൾ അരി എടുത്തത്, ഈ പാട്ടക്ക് 2.5 പാട്ട അരി എടുത്ത്, 2.5 പാട്ട അരി എടുക്കുന്ന ഏകദേശം 3.25 പാട്ട വെള്ളം, 1:1 കണക്കിന് ഏകദേശം 1.5 ഇതിൽ ഉണ്ട്. കാണിച്ചിട്ട് ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 1.5 പാട്ട ഉണ്ട്. അതും കഴിച്ചിട്ട് ബാക്കി വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നു. ആ കണക്കിന് 2.25 പാട്ട വെള്ളം അപ്പൊ ഇതിനകത്ത് പോരണം. ഇതാ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 2.25 പാട്ട വെള്ളം ഇതിനകത്ത് പോരാൻ പോകണം. പോർന്നു കഴിഞ്ഞു. ഓക്കെ, പോർന്നു കഴിഞ്ഞ് ഇനി നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, റൈസ് ഇടാനുണ്ടല്ലോ. ഓക്കെ, ക്യാരറ്റും ചിക്കനും ഒക്കെ കൂടി ഇങ്ങനെ വെന്തിട്ട് ഏകദേശം പകുതി മാത്രമേ ബോയിലായുള്ളൂ. വലിയ പീസാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ ആവാം. ഓക്കെ, കറക്റ്റ്. ഇത് ഇളക്കിയിട്ട് നമ്മളത് അടച്ചു വെക്കാൻ പോകുന്ന. ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് 2.5 പാട്ട റൈസ് നമുക്ക് ഇതിനകത്ത് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ് അതിന്റെ പരുവം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈസിന്റെ മുകളിൽ ഇതാ ഒരു ഏകദേശം 1 ഇഞ്ച് വരെ ആ ലെവലിൽ 1 ഇഞ്ച് ലെവലിൽ വെള്ളം മുകളിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് 10 മിനിറ്റ് ശരിക്കും ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് തീ വളരെയധികം ഇളക്കി കഴിഞ്ഞിട്ട് തീ വളരെയധികം കുറക്കാം. അങ്ങനെ നമ്മൾ ഒന്ന് തുറന്നു നോക്കി ഫസ്റ്റ് തന്നെ ഇതാ ഈ ലെവലിലുള്ളത്. അപ്പോൾ നമ്മളിന്ന് ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതിന് ആ അടിയുള്ള ചോറ് മുകളിലും മുകളിലെ ചോറ് അടിയിലും ഞാൻ ബാക്കിൽ ഇങ്ങനെ ആക്കിയത് നമ്മളിനി അതേപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ അതിനിടയിൽ ഇത് അതിന് വന്നിട്ട് എന്നെ ഇടങ്ങാറാക്കിക്കൊണ്ടിരുന്ന് അങ്ങനെ നജമോള് ഒരു മുട്ടായി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്, താൽക്കാലികമായി കരച്ചിൽ നിർത്താൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പണി കഴിഞ്ഞ് നമ്മുടെ റൈസ് അതൊക്കെ പോകാതെ വന്നണ്ട. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ചോറ്. ഇത് ഞാൻ ആരും അനുകരിച്ചല്ല, ഇത് എന്നെ തന്നെ കണ്ടുപിടുത്താണ് കേട്ടോ. അത് പറയാ, ഞാൻ എൻ്റെ അടുത്ത് നിരവധി കണ്ടുപിടുത്തങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് സൗജാന്റെ കൂടെ ഞാൻ ഇനിയും ഇതേപോലെ രംഗത്ത് വരും. നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പികൾ ഞാൻ പരിചയപ്പെടുത്തരും. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനല് നല്ലോണം സബ്സ്ക്രൈബും ഇതൊക്കെ ചെയ്ത് ഒന്ന് ഉഷാറാക്കുക. ഏകദേശം നമ്മളിങ്ങനെ ആക്കി വെച്ച് ആയിക്കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി ഈ ഇറച്ചിച്ചോറ് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു 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 രസത്തിന് വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് ബന്ധാക്കി വെക്കാൻ പോകും. ഓക്കെ, ഇനി ഞാൻ സെർവ് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം എന്താണ്. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ സാധാരണഗതിയിൽ ഉണ്ടാക്കുക. തേങ്ങ ചമ്മന്തി അല്ലെങ്കിൽ മാങ്ങയും പച്ചമാങ്ങയും തേങ്ങയും അരച്ചുണ്ടാക്കുന്ന ചമ്മന്തി ഒക്കെയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാവുക. തൈര് കൂട്ടുന്നവർക്ക് തൈരും കൂട്ടാം. എന്നാൽ പിന്നെ ഗൈസ് ഓക്കെ ബൈ. അങ്ങനെ ഇതാ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കൂടെ തേങ്ങാ ചമ്മന്തിയും ഉണ്ട്, ചട്നിയും ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.